Hi dear friends, welcome to Happy Maths Hour. Happy Maths Hourലേക്ക് സ്വാഗതം. ഞാൻ ആരതി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെട്രിസസിൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഞാൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഡിസ്കസ് ചെയ്യുന്നത്. ദയവായി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണണം. ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് പിന്നെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഭയങ്കര സിമ്പിൾ ആയിരിക്കും. എക്സാമിന് ഒരു പ്രോബ്ലം ഉറപ്പായിട്ടും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ബേസ് ചെയ്ത് ചോദിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ബേസ് ചെയ്ത് ചോദിച്ചിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ കയ്യിൽ രണ്ട് മെട്രിക്സ് ഉണ്ട്, എയും ബിയും. അവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണെന്നാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. എന്റെ കയ്യിൽ ഒരു എ മെട്രിക്സും ബി മെട്രിക്സും ഉണ്ട്. അവരെ തമ്മിൽ എനിക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ സി എന്നൊരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. സി ഈക്വൽ ടു എ ബി. ആദ്യം നമ്മൾ എ മെട്രിക്സ് ആണ് എഴുതുന്നത്, പിന്നെയാണ് നമ്മൾ ബി മെട്രിക്സ് എഴുതുന്നത്. അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, നമുക്ക് വഴിയെ മനസ്സിലാവും. എ ബി എന്ന പ്രൊഡക്റ്റ് കാണണമെങ്കിലുള്ള കണ്ടീഷനാണ് ഞാൻ പറയുന്നത്. In order to multiply two matrices A and B, number of columns of A must be equal to number of rows of B. അതായത് എയുടെ നമ്പർ ഓഫ് കോളംസും ബിയുടെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആയാൽ മാത്രമേ നമുക്ക് പ്രൊഡക്റ്റ് സി ഈക്വൽ ടു എ ബി കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? എയുടെ നമ്പർ ഓഫ് കോളംസും ബിയുടെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആവണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓർഡർ ഓഫ് മെട്രിക്സ് എ എന്ന് പറയുന്നത് 3/4, ഓർഡർ ഓഫ് മെട്രിക്സ് ബി എന്ന് പറയുന്നത് 4/3. ഇവിടെ നോക്കിക്കേ, എയുടെ നമ്പർ ഓഫ് കോളംസ് 4, ബിയുടെ നമ്പർ ഓഫ് റോസ് 4. ഇവിടെ എന്താണ് 4 ഈക്വൽ ടു 4, സോ ഇറ്റ് ഈസ് പോസിബിൾ ടു മൾട്ടിപ്ലൈ എ ആൻഡ് ബി. യെസ്, ഇറ്റ് ഈസ് പോസിബിൾ ടു മൾട്ടിപ്ലൈ എ ആൻഡ് ബി. ഇനി സെക്കൻഡ് എക്സാമ്പിൾ നോക്കിക്കേ, ഇവിടെ ഓർഡർ ഓഫ് എ എന്ന് പറയുന്നത് 1/2, അതുപോലെ ഓർഡർ ഓഫ് ബി എന്ന് പറയുന്നത് 2/3. നോക്കിക്കേ, നമ്പർ ഓഫ് കോളംസ് ഓഫ് എ 2, നമ്പർ ഓഫ് റോസ് ഓഫ് ബി 2. ഇവിടെ നോക്കിക്കേ, 2ഉം 2ഉം ഈക്വൽ ആണ്. സോ ഈസ് ഇറ്റ് പോസിബിൾ ടു മൾട്ടിപ്ലൈ എ ആൻഡ് ബി? യെസ്, ഇറ്റ് ഈസ് പോസിബിൾ ടു മൾട്ടിപ്ലൈ എ ആൻഡ് ബി. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ, ഓർഡർ ഓഫ് എ എന്ന് പറയുന്നത് 3/3, ഓർഡർ ഓഫ് ബി എന്ന് പറയുന്നത് 2/1. ഈസ് ഇറ്റ് പോസിബിൾ ടു മൾട്ടിപ്ലൈ എ ആൻഡ് ബി? നമ്പർ ഓഫ് കോളംസ് ഓഫ് എ 3യും നമ്പർ ഓഫ് റോസ് ഓഫ് ബി എന്ന് പറയുന്നത് 2. 3ഉം 2ഉം ഈക്വൽ ആണോ? അല്ലല്ലോ, 3 നോട്ട് ഈക്വൽ ടു 2. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മൾട്ടിപ്ലൈ എ ആൻഡ് ബി. അതായത് എക്സാമ്പിൾ 3 തന്നിരിക്കുന്ന മെട്രിക്സുകൾ തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, കാര്യം കണ്ടീഷൻ അവിടെ ഒബേ ചെയ്യുന്നില്ല. ഇനി എക്സാമ്പിൾ 4. എക്സാമ്പിൾ 4ൽ ഓർഡർ ഓഫ് മെട്രിക്സ് എ എന്ന് പറയുന്നത് 3/4, അതുപോലെ ഓർഡർ ഓഫ് മെട്രിക്സ് ബി എന്ന് പറയുന്നതും 3/4. ഇവിടെ നമ്പർ ഓഫ് കോളംസ് ഓഫ് എ 4, നമ്പർ ഓഫ് റോസ് ഓഫ് ബി 3. 4ഉം 3ഉം ഈക്വൽ അല്ലല്ലോ, സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മൾട്ടിപ്ലൈ എ ആൻഡ് ബി. ഇവിടെ എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, കാര്യം എന്താ? ആ കണ്ടീഷൻ ഒബേ ചെയ്യുന്നില്ല. ഇനി ഫിഫ്ത് എക്സാമ്പിൾ, ഓർഡർ ഓഫ് മെട്രിക്സ് എ എന്ന് പറയുന്നത് 3/3, ഓർഡർ ഓഫ് മെട്രിക്സ് ബി എന്ന് പറയുന്നതും 3/3. ഈസ് ഇറ്റ് പോസിബിൾ ടു മൾട്ടിപ്ലൈ എ ആൻഡ് ബി? നോക്കിക്കേ, എയുടെ നമ്പർ ഓഫ് കോളംസും ബിയുടെ നമ്പർ ഓഫ് റോസും ഇവിടെ ഈക്വൽ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. സോ 3 ഈക്വൽ ടു 3. സോ ഇറ്റ് ഈസ് പോസിബിൾ ടു മൾട്ടിപ്ലൈ എ ആൻഡ് ബി. നമ്പർ ഓഫ് കോളംസ് ഓഫ് എയും നമ്പർ ഓഫ് റോസ് ഓഫ് ബിയും കൂടെ ഈക്വൽ ആയ നമുക്ക് എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ. ഇനി സി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി ആണ്. ഇനി നമ്മൾ ഈ സി മെട്രിക്സിന്റെ ഓർഡർ കണ്ടുപിടിക്കാൻ പോവാണ്. എന്താണ് സി മെട്രിക്സിന്റെ ഓർഡർ? ഒരു എക്സാമ്പിൾ നോക്കാം. ഓർഡർ ഓഫ് എ എന്ന് പറയുന്നത് 3/4, ഓർഡർ ഓഫ് ബി എന്ന് പറയുന്നത് 4/3. വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് മെട്രിക്സ് സി? നോക്കിക്കേ, നമ്പർ ഓഫ് കോളംസ് ഓഫ് എയും നമ്പർ ഓഫ് റോസ് ഓഫ് ബിയും ഈക്വൽ ആണല്ലോ. ദാ 3/4ഉം 4/3ഉം. ഈ 4ഉം കൂടെ പോയാൽ ബാക്കി എന്തുണ്ട്? 3/3. അതായത് ഓർഡർ ഓഫ് സി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3/3 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഓർഡർ ഓഫ് എ എന്ന് പറഞ്ഞാൽ 1/2, ഓർഡർ ഓഫ് ബി എന്ന് പറഞ്ഞാൽ 2/3. നോക്കിക്കേ, ഇവിടെ നമ്പർ ഓഫ് കോളംസ് ഓഫ് എയും നമ്പർ ഓഫ് റോസ് ഓഫ് ബിയും ഈക്വൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ സി മെട്രിക്സിന്റെ ഓർഡർ എന്താണ്? ദ എയുടെ ഓർഡർ 1/2, ബിയുടെ ഓർഡർ 2/3. ഈ 2ഉം കൂടെ പോയാൽ നമുക്ക് ബാക്കി എന്ത് കിട്ടും? ഓർഡർ ഓഫ് സി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1/3 എന്ന് കിട്ടും.
മനസ്സിലായോ? ഇനി നമ്മൾ ജനറലി പറഞ്ഞാൽ ഓർഡർ ഓഫ് സി എന്താണ്? നമ്പർ ഓഫ് റോസ് ഓഫ് എ ബൈ നമ്പർ ഓഫ് കോളംസ് ഓഫ് ബി. അതാണ് മെട്രിക്സ് സിയുടെ ഓർഡർ. ഇനി നമ്മൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിമാർക്ക് പഠിക്കാൻ പോവാണ്. ഇഫ് എ ബി ഈസ് ഡിഫൈൻഡ് ബി എ നീഡ് നോട്ട് ബി ഡിഫൈൻഡ്. അതായത് എ ബി എന്നുള്ള പ്രൊഡക്റ്റ് ഡിഫൈൻഡ് കരുതി ബി എ എന്ന പ്രൊഡക്റ്റ് ഡിഫൈൻഡ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ബി എ ഡിഫൈൻഡ് ആകാതിരിക്കാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, മെട്രിക്സ് എ എന്ന് പറയുന്നത് 1/2, മെട്രിക്സ് ബി എന്ന് പറയുന്നത് 2/3. ഇവിടെ നോക്കിക്കേ, എയുടെ നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് 2, ബിയുടെ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നതും 2. സോ നമുക്ക് എന്ത് കിട്ടും? 2 = 2. സോ പ്രൊഡക്റ്റ് എ ബി ഡിഫൈൻഡ്. ഇനി ബി എ ഡിഫൈൻഡ് ആണോ നോക്കാം. ബിയുടെ ഓർഡർ 2/3, എയുടെ ഓർഡർ 1/2. ഇവിടെ നോക്കിക്കേ, ബിയുടെ നമ്പർ ഓഫ് കോളംസും എയുടെ നമ്പർ ഓഫ് റോസും തമ്മിൽ വേണം കമ്പയർ ചെയ്യാൻ. ബിയുടെ നമ്പർ ഓഫ് കോളംസും എയുടെ നമ്പർ ഓഫ് റോസും തമ്മിൽ ഈക്വൽ ആണോ? അല്ലല്ലോ. സോ പ്രൊഡക്റ്റ് ബി എ നോട്ട് ഡിഫൈൻഡ്. ഞാൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ കണ്ടീഷൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞു, നമ്മൾ എ ബി എന്ന പ്രൊഡക്റ്റ് കാണുന്നു എന്നുള്ള അസംഷനിലാണ് ചെയ്യുന്നത്. അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതായത് എ ബി ചെയ്യുമ്പോഴാണ് നമ്പർ ഓഫ് കോളംസ് ഓഫ് എയും നമ്പർ ഓഫ് റോസ് ഓഫ് ബിയും നോക്കുന്നത്. ബി എ ചെയ്യുമ്പോൾ നേരെ തിരിച്ചു വേണം നോക്കാൻ. ബിയുടെ നമ്പർ ഓഫ് കോളംസും എയുടെ നമ്പർ ഓഫ് റോസും തമ്മിൽ വേണം കമ്പയർ ചെയ്യാൻ. മനസ്സിലായോ? സെക്കൻഡ് എക്സാമ്പിൾ, എയുടെ ഓർഡർ 2/3, ബിയുടെ ഓർഡർ 3/2. നോക്കിക്കേ, എയുടെ നമ്പർ ഓഫ് കോളംസും ബിയുടെ നമ്പർ ഓഫ് റോസും ഈക്വൽ അല്ലേ? സോ പ്രൊഡക്റ്റ് എ ബി ഡിഫൈൻഡ്. ഇനി ബി എ ഡിഫൈൻഡ് ആണോ നമുക്ക് നോക്കാം. ബി 3/2, എ 2/3. നോക്കിക്കേ, ബിയുടെ നമ്പർ ഓഫ് കോളംസും എയുടെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആണ്. സോ ബി എയും ഡിഫൈൻഡ് ആണ്. ഇവിടെ എ ബിയും ബി എയും ഡിഫൈൻഡ് ആണ്. മനസ്സിലായോ? ഫസ്റ്റ് എക്സാമ്പിളിൽ എ ബി ഡിഫൈൻഡ് ആയപ്പോൾ ബി എ ഡിഫൈൻഡ് ആയില്ല. സെക്കൻഡ് എക്സാമ്പിളിൽ എ ബിയും ഡിഫൈൻഡ് ആണ്, ബി എയും ഡിഫൈൻഡ് ആണ്. ഇനി ഒരു കാര്യവും കൂടെ മനസ്സിലാക്കിക്കോ, എ ബിയും ബി എയും ഈക്വൽ ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. എ ബിയുടെയും ബി എയുടെയും ഓർഡർ പോലും ഡിഫറെന്റ് ആയിരിക്കും. മനസ്സിലായോ? ഈ സെക്കൻഡ് എക്സാമ്പിളിൽ പ്രൊഡക്റ്റിന്റെ ഓർഡർ നമുക്ക് 2/2 എന്നായിരിക്കും കിട്ടുക. അതുപോലെ ഈ ബി എ എന്നുള്ള പ്രൊഡക്റ്റിന്റെ ഓർഡർ നമുക്ക് 3/3 എന്നായിരിക്കും കിട്ടുക. രണ്ടുപേരുടെയും ഓർഡർ പോലും ഡിഫറെന്റ് ആവാം. രണ്ടുപേരും തമ്മിൽ ഈക്വൽ ആവണമെന്നുമില്ല. പക്ഷെ ചില കണ്ടീഷൻ ഈക്വൽ ആയി നമുക്ക് കിട്ടിയേക്കാം. മനസ്സിലായോ? സോ ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് എ ബി മസ്റ്റ് ബി ഈക്വൽ ടു ബി എ. ഇനി നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ ജനറൽ ഫോം പഠിക്കാം. Let A equal to Aij M by N and B equal to Bij Q by P are two matrices. ഇനി ഇവരെ തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? എയുടെ ഓർഡർ M by N, ബിയുടെ ഓർഡർ Q by P. ഈ നമ്പർ ഓഫ് കോളംസ് ഓഫ് എയും നമ്പർ ഓഫ് റോസ് ഓഫ് ബിയും ഈക്വൽ ആയാൽ മാത്രമേ നമുക്ക് എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. In order to multiply A and B, N must be equal to Q. That is, number of columns of A must be equal to number of rows of B. ഇനി എന്താണ്? C is the product of A and B. C equal to AB. ഇനി C മെട്രിക്സിന്റെ ഓർഡർ എന്താണ്? ഈ M by N മെട്രിക്സും Q by P മെട്രിക്സും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. N ഉം Q ഉം ഈക്വൽ ആണ്. അവർ പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? M by P. Order of matrix C is M by P. Very important. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. Given two matrices A and B, find C equal to AB. നമുക്കിവിടെ രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്, എയും ബിയും. ഇതാണ് നമ്മുടെ എ മെട്രിക്സ്, ഇത് നമ്മുടെ ബി മെട്രിക്സ്. നമ്മളോട് C equal to AB കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം എന്ത് ചെയ്യണം? അവരെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കണം. എയുടെ ഓർഡർ എന്താണ്? 2/3. ബിയുടെ ഓർഡർ എന്താണ്? 3/2.
2. So order of A is 2 by 3, order of B is 3 by 2. ഇവരെ തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? നോക്കിക്കേ, നമ്പർ ഓഫ് കോളംസ് ഓഫ് എയും നമ്പർ ഓഫ് റോസ് ഓഫ് ബിയും ഈക്വൽ ആണ്. നോക്കൂ, നമ്പർ ഓഫ് കോളംസ് ഓഫ് എ is equal to number of rows of B. It is possible to multiply A and B. A and B തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ ആണ് സി. ആ സിയുടെ ഓർഡർ എന്ത് വരും? 2 by 3യും 3 by 2 കൂടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഈ 3യും ഈ 3യും കൂടെ പോയാൽ ബാക്കി എന്തുണ്ട്? 2 by 2. So order of matrix C equal to AB is 2 by 2. ഇനി നമുക്കൊരു ജനറൽ 2 by 2 മെട്രിക്സ് അറിയാം അല്ലേ? നമ്മളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പൊസിഷൻ ഓഫ് എലിമെന്റ്സ് ഇൻ എ മെട്രിക്സ് എന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ആ ക്ലാസ്സിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതായത് എന്താണ് ഒരു ജനറൽ 2 by 2 മെട്രിക്സ്? C11, C12, C21, C22. നമ്മൾ ഈ C മെട്രിക്സ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കിനി സി മെട്രിക്സ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. സി മെട്രിക്സിന്റെ ജനറൽ ഫോം നമുക്കറിയാം. എന്താണ്? C11, C12, C21, C22. ഓക്കെ, ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. C11 വേണം നമുക്ക് ആദ്യം കണ്ടുപിടിക്കാൻ അല്ലേ? C11 എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് E1 ആണ്. E1 എന്ന് പറഞ്ഞാൽ എയുടെ റോയെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് എയുടെ ഫസ്റ്റ് റോ AR1 എന്ന് പറയാം. അതുപോലെ E1 എന്ന് പറഞ്ഞാൽ ബിയുടെ കോളത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. സോ ബിയുടെ ഫസ്റ്റ് കോളം. അതായത് C11 ചെയ്യണമെങ്കിൽ എയുടെ ഫസ്റ്റ് റോയും ബിയുടെ ഫസ്റ്റ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. ഇനി C12 ആണെങ്കിൽ നമ്മൾ എന്താണ് വിചാരിക്കേണ്ടത്? ഇത് എയുടെ റോയ്, ഇത് ബിയുടെ കോളം, അങ്ങനെ ഓർത്താൽ മതി. അതായത് എയുടെ ഫസ്റ്റ് റോയും ബിയുടെ സെക്കൻഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. ഇനി C21 ആണെങ്കിലോ ഇത് എയുടെ റോയ്, ഇത് ബിയുടെ കോളം. അതായത് എയുടെ സെക്കൻഡ് റോയും ബിയുടെ ഫസ്റ്റ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. ഇനി C22 നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഇത് എയുടെ റോയ്, ഇത് ബിയുടെ കോളം. അതായത് എയുടെ സെക്കൻഡ് റോയും ബിയുടെ സെക്കൻഡ് കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് C22 കിട്ടും. ഇങ്ങനെ ഓർത്താൽ മതി. നമ്മളിനി സി മെട്രിക്സ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. എന്താണ് സി മെട്രിക്സ്? C11, C12, C21, C22. ഓക്കെ, ആദ്യം നമുക്ക് C11 കണ്ടുപിടിക്കാം. എങ്ങനെയാണ് C11 കണ്ടുപിടിക്കേണ്ടത്? എയുടെ ഫസ്റ്റ് റോയും ബിയുടെ ഫസ്റ്റ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം? കറസ്പോണ്ടിങ് എലിമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യണം. ഈ കറസ്പോണ്ടിങ് എലിമെന്റ്സിനെ പെട്ടെന്ന് മനസ്സിലാവാനാണ് ഞാൻ അവരെ സെയിം കളറിൽ കൊടുത്തിരിക്കുന്നത്. ഇതാ C11 ചെയ്യാൻ പോവാണ്. E1ഉം E1ഉം കൂടെ വേണം ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാൻ. 1 into 1 പ്ലസ് E2ഉം E2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 2 പ്ലസ് E3ഉം E1ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 1. അതായത് 1 പ്ലസ് 4 പ്ലസ് 3 ഈക്വൽ ടു 8. അതായത് C11 എന്ന് പറഞ്ഞാൽ നമുക്ക് 8 എന്ന് കിട്ടി. ഇനി C12 എങ്ങനെ കണ്ടുപിടിക്കും? എയുടെ ഫസ്റ്റ് റോയും ബിയുടെ സെക്കൻഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? കറസ്പോണ്ടിങ് എലിമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. E1ഉം E2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യൂ. 1 into 2 പ്ലസ് E2ഉം E5ഉം കൂടെ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 2 into 5 പ്ലസ് E3ഉം E3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 3 into 3 that is 2 plus 10 plus 9 answer 21. ഓക്കെ, ഇനി C21 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എയുടെ സെക്കൻഡ് റോയും ബിയുടെ ഫസ്റ്റ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് എലിമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. 4ഉം 1ഉം 4 into 1 പ്ലസ് 5ഉം 2ഉം 5 into 2 പ്ലസ് 6ഉം 1ഉം 6 into 1 എന്ത് വരും? 4 plus 10 plus 6 ആൻസർ 20 എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ C22 കണ്ടുപിടിക്കാൻ പോവാണ്. C22 എന്താണ്?
എയുടെ സെക്കൻഡ് റോയും ബിയുടെ സെക്കൻഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. ഈ 4ഉം ഈ 2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 4 into 2. ഈ 5ഉം ഈ 5ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 5 into 5 പ്ലസ് ഈ 6ഉം ഈ 3ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 6 into 3. ആൻസർ എന്ത് വരും? 8 plus 25 plus 18. ആൻസർ ഈസ് 51. ആൻസർ 51. നമുക്ക് സി മെട്രിക്സ് കിട്ടി. നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. നമുക്ക് ഇവിടെ രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്, എ ആൻഡ് ബി. ഇത് എ മെട്രിക്സ്, ഇത് ബി മെട്രിക്സ്. ആൻഡ് ഫൈൻഡ് സി ഈക്വൽ ടു എ ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നോക്കണം. സോ എയുടെ ഓർഡർ 2/2, ബിയുടെ ഓർഡർ എന്താണ്? 2/3. എയുടെ ഓർഡർ 2/2, ബിയുടെ ഓർഡർ 2/3. സോ നമ്പർ ഓഫ് columns of A യും number of rows of B യും same അല്ലേ? Number of columns of A equal to number of rows of B. So it is possible to multiply A and B. ഇനി കിട്ടുന്ന മെട്രിക്സ് സിയുടെ ഓർഡർ എന്തായിരിക്കും? 2/2 മെട്രിക്സും 2/3 മെട്രിക്സും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഈ 2 കൂടെ പോയാൽ ബാക്കി എന്തുണ്ട്? 2/3 എന്ന് കിട്ടും. സോ ഓർഡർ ഓഫ് മെട്രിക്സ് സി ഈക്വൽ ടു എ ബി ഈസ് 2/3. ഇനി നമുക്കൊരു ജനറൽ 2/3 മെട്രിക്സ് അറിയാം. ഇതാണ് നമ്മുടെ ജനറൽ 2/3 മെട്രിക്സ്. ഈ മെട്രിക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ ജനറൽ 2/3 മെട്രിക്സ് ഒക്കെ നമ്മൾ പൊസിഷൻ ഓഫ് എലിമെന്റ്സ് ഇൻ എ മെട്രിക്സ് എന്ന ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി ആ സി മെട്രിക്സ് എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. സി ഒരു 2/3 മെട്രിക്സ് ആണ് അല്ലേ? C11, C12, C13, C21, C22, C23. ഈ 2/3 മെട്രിക്സ് എങ്ങനെ കണ്ടുപിടിക്കും? C11 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? C11 എയുടെ ഫസ്റ്റ് റോയും ബിയുടെ ഫസ്റ്റ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. ഓക്കെ. ഇനി C12 എങ്ങനെ കണ്ടുപിടിക്കും? എയുടെ ഫസ്റ്റ് റോയും ബിയുടെ സെക്കൻഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. ഇനി C13 എങ്ങനെ കണ്ടുപിടിക്കും? എയുടെ ഫസ്റ്റ് റോയും ബിയുടെ തേർഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. ഇനി C21 എങ്ങനെ കണ്ടുപിടിക്കും? എയുടെ സെക്കൻഡ് റോയും ബിയുടെ ഫസ്റ്റ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. ഇനി C22 എങ്ങനെ കണ്ടുപിടിക്കും? എയുടെ സെക്കൻഡ് റോയും ബിയുടെ സെക്കൻഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. ഇനി C23 നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എയുടെ സെക്കൻഡ് റോയും ബിയുടെ തേർഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. നമുക്കിനി സി മെട്രിക്സ് കണ്ടുപിടിക്കാം. സി മെട്രിക്സിന്റെ കാൽക്കുലേഷൻ ചെയ്യാം. C11, C12, C13, C21, C22, C23. ഓക്കെ. ആദ്യം നമുക്ക് C11 കണ്ടുപിടിക്കാം. C11 എന്താണ്? എയുടെ ഫസ്റ്റ് റോയും ബിയുടെ ഫസ്റ്റ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. കറസ്പോണ്ടിങ് എലിമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യാം. കറസ്പോണ്ടിങ് എലിമെന്റ്സ് വേഗം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഡിഫറെന്റ് കളറിൽ കൊടുത്തിരിക്കുന്നത്. യെല്ലോ കളറിലും ഗ്രീൻ കളറിലും ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് -1 into 1 plus 5 into 2. That is 1 plus 10. -1 plus 10. Answer 9. ഇനി C12 എങ്ങനെ കണ്ടുപിടിക്കും? എയുടെ ഫസ്റ്റ് റോയും ബിയുടെ സെക്കൻഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. -1 into 2 plus 5 into 5. That is -2 plus 25. Answer 23. ഇനി C13 എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? എയുടെ ഫസ്റ്റ് റോയും ബിയുടെ തേർഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. കറസ്പോണ്ടിങ് എലിമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് -1 into 1 plus 5 into 4. എന്ത് വരും? 1 plus 20. Answer 21. ഇനി C21 എന്താണ്? എയുടെ സെക്കൻഡ് റോയും ബിയുടെ ഫസ്റ്റ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. കറസ്പോണ്ടിങ് എലിമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് 2 into 1 plus 3 into 2.
ആൻസർ എന്ത് വരും? 2 + 6 ആൻസർ 8. ഇനി C22 എന്താ വരുന്നത്? C22 എന്ന് പറഞ്ഞാൽ എയുടെ സെക്കൻഡ് റോയും ബിയുടെ സെക്കൻഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 2 × 2 + 3 × 5 എങ്ങനെ വരും ആൻസർ? 4 + 15 ആൻസർ 19. ഇനി C23 എന്താണ്? എയുടെ സെക്കൻഡ് റോയും ബിയുടെ തേർഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 2 × -1 + 3 × 4 -2 + 12 ആൻസർ = 10. മനസ്സിലായോ? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ദയവായി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു, ടേക്ക് കെയർ ആൻഡ് ബൈ.